ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് നാളായി വ്ളോഗ് ഇട്ടിട്ട്, നല്ലൊരു ലെങ്തി വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരുപാട് നാളായി. ഞാൻ ഷോർട്സാണ് കൂടുതൽ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇന്നൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും അറിയത്തില്ല, നമ്മളെ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാം വീടും കാര്യങ്ങളും, ഇവിടുത്തെ അച്ഛനെയും അമ്മേനെയും കാര്യങ്ങളൊക്കെ അറിയാം. എന്നെ അറിയാത്ത കുറേ പേരുണ്ട് സബ്സ്ക്രൈബേഴ്സ്, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടും ഇവിടുത്തെ അച്ഛനെയും അമ്മേനെയും അങ്ങനെ ഇന്നത്തെ കുറച്ച് പരിപാടികളെല്ലാം കൂടി ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. ഞാൻ ശരിക്കും ജനിച്ചു വളർന്നതെല്ലാം എറണാകുളത്താണ്, വൈറ്റിലയിലാണ്. അവിടെ തന്നെയാണ് സ്കൂളിൽ പഠിച്ചതും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ്. പിന്നെ മാരേജ് ചെയ്ത് വന്നതാണ് കൊട്ടാരക്കര പുലമൺ എന്ന് പറയും. പുലമൺ അടുത്ത് തന്നെ വിജയാസ് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്ത് തന്നെയായിട്ടാണ് വീട് വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു 14 വർഷം കഴിഞ്ഞു, 15 വർഷം ആവാൻ പോകുന്നു ഈ നാട്ടിൽ വന്നിട്ട്. ഇപ്പം എനിക്ക് എറണാകുളം ഞാൻ ജനിച്ചു വളർന്ന നാടിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം എനിക്കിപ്പോൾ ഈ കൊട്ടാരക്കര നാടാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത, എന്താ പറയുക, ഒരു നാട്ടിൻ പ്രദേശം അങ്ങനെയല്ല എങ്കിലും ഒരു പ്രത്യേകതയാണ്. നമ്മൾ എറണാകുളത്ത് ജീവിച്ചവർക്കറിയാം അവിടുത്തെ ട്രാഫിക്കും പിന്നെ അവിടുത്തെ തിരക്കും കാര്യങ്ങളും. നമുക്കൊന്ന് പുറത്ത് റോഡിൽ കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥലത്തുനിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്കിപ്പോൾ എൻ്റെ നാടിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം ഇവിടെയാണ്. ഇവിടുത്തെ ഗണപതി അമ്പലങ്ങൾ കാര്യങ്ങൾ, ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ആർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഈ നാട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അതുപോലെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്റിൻകര അമ്പലമാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എറണാകുളത്തപ്പൻ എന്നും പറഞ്ഞ് മിക്കവർക്കും അറിയാൻ പറ്റും. എറണാകുളത്തപ്പൻ ടെമ്പിളുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്ന. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന അമ്പലവും, ഞങ്ങൾ എപ്പോഴും ഉത്സവം കാര്യമായാലും എന്തിനും പങ്കെടുത്ത് പൊയ്ക്കൊണ്ടിരുന്ന അമ്പലം ആ അമ്പലമാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന, നമ്മൾ കുഞ്ഞിലോട്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ, അമ്പലങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പടിഞ്ഞാറ്റിൻകര അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, ആ അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ എറണാകുളത്തപ്പൻ്റെ അതേപോലത്തെ വിഗ്രഹം, അതേപോലത്തെ അമ്പലത്തിന് ആ ചുറ്റമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ഒരു അകത്തുള്ളൊരു പ്രത്യേകത, ഒരു കൊത്തുപണി പരിപാടികളെല്ലാം ഞങ്ങളുടെ എറണാകുളത്തപ്പൻ അമ്പലത്തിലുള്ള പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു കൂടുതൽ അറ്റാച്ച്മെന്റ് എനിക്ക് ആ അമ്പലത്തിനോടുണ്ട്. എനിക്ക് ആ അമ്പലം വളരെ ഇഷ്ടമാണ്. അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എറണാകുളത്തപ്പനെ പോയി കണ്ട് തൊഴുത ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പോകാൻ പടിഞ്ഞാറ്റിൻകര അമ്പലമാണ്. പിന്നെ ഗണപതി അമ്പലത്തിൽ പോവും, അത് നമ്മളിപ്പോൾ നോർമൽ എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുന്ന പോലെ പോയി തൊഴും, ദൈവത്തെ പ്രാർത്ഥിക്കും. ഇഷ്ടക്കുറവൊന്നുമല്ല. പക്ഷേ കൂടുതൽ അറ്റാച്ച്മെന്റ് എനിക്ക് പടിഞ്ഞാറ്റിൻകര അമ്പലത്തിനോടാണ്. അതെന്തോ മാനസികമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അമ്പലത്തിന്റെ അതേ രീതിയിലുള്ള ഒരു അമ്പലം ആയതുകൊണ്ടാണ് എനിക്ക് പടിഞ്ഞാറ്റിൻകര അമ്പലത്തിനോട് പ്രത്യേകത ഒരു ഇഷ്ടം തന്നെയാണ്. ഞാൻ പിന്നെ ഇവിടുത്തെ അമ്മേനെയും അപ്പച്ചിയും കാണിച്ചു തരാം കേട്ടോ. അമ്മയ്ക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ ഞാൻ അമ്മ കാണാതെ ഒളിച്ചും ഇതൊക്കെയാണ് അമ്മേനെ ഓരോ വീഡിയോയിൽ പിടിക്കുന്നതും ഇടുന്നതൊക്കെ. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ ഓണാക്കി അങ്ങോട്ട് ചെന്ന് നോക്കാം. അമ്മയുടെ എക്സ്പ്രഷന് എന്തുവാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പിടിക്കാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. മുമ്പിൽ വീട് വെച്ച് ഇങ്ങോട്ട് താമസമായതാണ്. ബാക്കിലാണ് ഞങ്ങൾ പഴയത് ആദ്യം താമസിച്ച വീടുള്ളത്. അവിടെയാണ് അമ്മയുള്ളത്. അമ്മയച്ഛനൊക്കെ അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയുടെ എക്സ്പ്രഷൻ കാണാം. ഇതാണ് അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അമ്മ ക്യാമറയ്ക്ക് മുമ്പ് വരെ ഇച്ചിരി നാണമുള്ള കൂട്ടത്തിലാണ്. എന്തായാലും ഇത് അത് അപ്പച്ചിയാണ്. അപ്പച്ചി ഭയങ്കര പാവമാണ്. അമ്മയുടെ അപ്പച്ചിയാന്ന് ആരെങ്കിലും കണ്ടാ പറയോ? ഇല്ലല്ലോ, ഭയങ്കര പാവമാണ്. ഇത് അപ്പച്ചി. അപ്പച്ചി എന്തെങ്കിലും പറയാ? ഹായ്, ആരാന്നറിയാൻ വയ്യ, നീ അല്ലയോ? അല്ല, വ്യൂവേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത് പറഞ്ഞ, കാണുന്ന വീഡിയോ കാണുന്നവരോട്. ഭയങ്കര നാടോട് രണ്ടുപേർക്കും. ഇത് അമ്മയുടെ വീഡിയോസ് ഒക്കെ എല്ലാരും കുക്കിംഗ് വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് കണ്ടു കാണും. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പ്രത്യേകിച്ച് പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ഉള്ളത് കൊണ്ട് പയ്യത്തിറങ്ങി എന്തോന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്.
ഹായ് ഹായ് സപ്പോർട്ട് ചെയ്യണേ. ശരി. ഇത് അമ്മയുടെ അപ്പച്ചിയാണ്. അപ്പച്ചി ഇപ്പൊ എവിടെ സ്ഥലം എവിടെയായിരുന്നു? പുല്ലൂര്. പുനലൂര്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പുനലൂരാണ് അപ്പച്ചി താമസിക്കുന്നത്. മോന്റെ കൂടെയാണ്. പിന്നെ ഇത് കണ്ട പ്രായമൊക്കെ ഒന്നും പറയത്തില്ലല്ലോ. അമ്മയുടെ അപ്പച്ചിയാണ്. കണ്ടിപ്പോഴും യങ്ങായിട്ടിരിക്കുന്നതായിട്ടില്ലേ. പിന്നെ വെറും പാവമാണ് കേട്ടോ. വെറും പാവം ഒരു അപ്പച്ചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശംഖുപുഷ്പം. പിന്നെ ഇവിടെ പിച്ച് തട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. പിച്ച് നിറച്ച് പൂ പിടിക്കും. ഡെയിലി പൂ പറിച്ച് മാല കെട്ടലൊക്കെയാണ് പരിപാടി ഇവിടെ. ഇത് പഴയ വീട്. ഇവിടെ ഇപ്പൊ അമ്മയച്ഛനൊക്കെ താമസിക്കുന്നത്. ഇവിടെ 2 പൂച്ചകളാണ്. 2 അല്ല 3 പൂച്ചയുണ്ട്. ഇതിന്റെ തള്ളപ്പൂച്ച ഒരെണ്ണമുണ്ട്. പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് 2 എണ്ണം. ഭയങ്കര ചട്ടമ്പികളാണ്. കുരുത്തക്കേടിന്റെ കാതലാണ് 2 എണ്ണം. കണ്ട ബാ മടി. എടിയല്ല എടനാണ്. പക്ഷെ ഞങ്ങള് എടിയെന്നാ വിളിക്കുന്നത്. അഹങ്കാരം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ 2 കുരുത്തം കെട്ട പൂച്ചകള്? കുരുത്തക്കേടെന്ന് ചോദിച്ചാൽ ഭയങ്കര കുരുത്തക്കേടാ. 2 കൂടി വന്നിവിടെ എന്തെങ്കിലും സാധനങ്ങളോ അതും ഇതൊക്കെ എടുത്ത് നശിപ്പിക്കും, പൊട്ടിക്കും. ഇതുപോലെ ഒളിച്ചിരിക്കല്, കളിക്കല്, കണ്ണ് തെറ്റിയ എന്തെങ്കിലും തട്ടിമറിച്ചിടും. ഒന്നാമത് ഞാൻ അതും ഇതും കുപ്പികളില് ചെടികളും പോട്ടൊക്കെ ഇതാക്കി സെറ്റാക്കി ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിക്കും. അതാണ് ഇത്രയ്ക്ക് കുരുത്തം കെട്ട 2 എണ്ണം. ഉണ്ടോ? എന്തു അടിയല്ല ഇടനാണ്. പക്ഷെ ഇതിന്റെ തള്ള സുന്ദരി എന്നാണ് പേര്. അതിനെ നമ്മള് സുന്ദരി എടി എന്നൊക്കെ വിളിച്ച് ഇപ്പൊ ഇതുങ്ങളെയും എടിന്ന് വിളിച്ചാലേ നോക്കത്തുള്ളൂ. എടി എന്ന് വിളിച്ചാൽ ഞാൻ ശ്രദ്ധിക്കും. അതാണ്. പേരും പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. അതിന്റെ തള്ളേനെ സുന്ദരി എന്ന് വിളിക്കുന്ന കേട്ട് ഇപ്പൊ ഇതുങ്ങള് സുന്ദരി എന്ന് വിളിച്ചാൽ അത് മതി. കണ്ടോ? എല്ലാവരും ഇങ്ങനെ അടപ്പാ. പിന്നെ അടുക്കളയിലോട്ടാണെങ്കിൽ നമ്മൾ കയറ്റുന്നതല്ല. അതിന് ഒരു ജോലി ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ അതിന് ജോലി ചെയ്യുന്ന സമയത്ത് പുറത്തിട്ട് വാതിലടയ്ക്കും. കാരണം നമ്മൾ അകത്ത് കയറ്റുന്നതല്ല. കണ്ണ് തെറ്റി അകത്ത് വന്ന് ഡോർ തള്ളി തുറന്നിങ്ങ് കയറിപ്പോരും. കുരുത്തക്കേട് കണ്ടാ. 2 എണ്ണം ഉണ്ട്. ഇറക്കി ഇനി വിടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കും. അടുക്കളയിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോലും എന്നെ സമ്മതിക്കത്തില്ല. ഡ്രസ്സിനകത്ത് കടിച്ചു വലിച്ചു ഇങ്ങനെ ഇരിക്കും കളിച്ച്. ഉണ്ടോ? ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴി. ഇതുവഴിയാണ് അകത്തോട്ട് കയറുന്നത്. ഇതാ താഴത്തോട്ടുള്ള റോഡ്. താഴെ എന്ന് പറയുന്നത് താഴത്തോട്ടുള്ള റോഡ്. ഇങ്ങോട്ട് മേലോട്ടുള്ള റോഡ് എന്ന് പറയും. ഇതിങ്ങനെ താഴത്തോട്ട് കുറച്ചങ്ങ് പോകണം കടയിലോട്ടൊക്കെ. ഇതാ ഞാൻ പറഞ്ഞില്ലേ താഴ്ചയിൽ എന്ന് പറഞ്ഞില്ലേ, താഴത്തോട്ട് സ്ലോപ്പായിട്ടാണ് റോഡ് പോകുന്നത്. ഇതിങ്ങനെ താഴത്തോട്ട് ഇറങ്ങി ഈ റോഡ് നേരെ പോയി കൊട്ടാരക്കര ജംഗ്ഷനിൽ കയറാൻ പറ്റും. താഴെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് താഴെ ജംഗ്ഷൻ്റെ അങ്ങോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. റോഡ് ഇറങ്ങി ഇവിടെ വരെ എത്തി. ഇത് കുറച്ചങ്ങോട്ട് പോകണം. താഴെ റോഡ് എത്താറായി. ഇനി ഇവിടെ നിന്ന് ഇച്ചിരി കൂടി നടന്നാൽ മതി ജംഗ്ഷൻ എത്താൻ വേണ്ടി.
ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന VCP എന്നും പറഞ്ഞുള്ള കട. ചെറിയ ചെറിയ കച്ചവടക്കാരെല്ലാം ഇവിടെ വന്നിട്ടാണ് സാധനം എടുക്കുന്നതൊക്കെ. ഹോൾസെയിലായിട്ടും കണ്ടും സാധനം കൊടുക്കുന്നതാണ് കടക്കാർക്ക്. നല്ല ലാഭത്തിനെല്ലാം ഇവിടെ സാധനം കിട്ടും. ഇത് LICയുടെ അകത്തെന്ന് പറയുന്ന കസ്തൂർബ ബിൽഡിങ്ങിൻ്റെ പേ ആൻഡ് പാർക്കാണ്. ഇതുവഴി അങ്ങോട്ടോട്ടേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. അതിന് മുമ്പ് ഞാൻ കാണിച്ച റോഡ് നേരെ പോകുന്നത് അത് നേരെ ഹൈവേയിലോട്ടാണ് കയറുന്നത്. NH കയറാം. ഇത് ഇങ്ങോട്ടകത്തോട്ട് കയറി ചെറിയ ചെറിയ കടകളും നമുക്ക് ഷോർട്ട് കട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് കയറാൻ പറ്റുന്ന റോഡാണ്. അതെ അതെ, ഞങ്ങൾ സ്ഥിരം വരുന്ന സാധനം മേടിക്കുന്ന കടയിലെ LICക്കകത്തുള്ള ഇക്കയാണ്. എല്ലാം നല്ല പൈസയൊക്കെ കുറച്ച് ലാഭത്തിനൊക്കെ തരും. അയ്യോ, ഇതെവിടത്തെ അച്ഛൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കില. തോറ്റുപോയി.